ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമോ? MLA സ്ഥാനം നഷ്ടപ്പെടുക മാത്രമല്ല, അയാൾക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. കാരണം 2 വർഷത്തിൽ കൂടുതൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് കഴിഞ്ഞു. അതാണ് പൊതുവിലുള്ള സ്ഥിതി. അപ്പോൾ ഈ വിധി വന്നതോടുകൂടി ആന്റണി രാജു ഇപ്പോൾ MLA അല്ല. കാരണം ശിക്ഷ വിധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, സാങ്കേതികമായി MLA അല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ ഈ കേസിൽ ആന്റണി രാജു എന്നേ രാജിവെക്കേണ്ടതായിരുന്നു. കാരണം ഈ കേസ് അയാളെ MLA ആയിരിക്കുമ്പോഴാണ് ഇത് പൊന്തി വന്നു എന്ന് മാത്രമല്ല, ഈ കേസിൽ പുനരന്വേഷണം, സർക്കാരിൻ്റെ സംരക്ഷണമുണ്ട്. പിണറായി സർക്കാർ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടന്ന ഒരാളാണ് ആന്റണി രാജു. അന്ന് കേരളത്തിലെ DGP ആയി നിയമ പോരാട്ടം നടത്തി തിരിച്ചു വന്ന TP സെൻകുമാർ സാർ എടുത്ത കർശനമായ നിലപാട് കൊണ്ടാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് സെൻകുമാർ സാറിനോട് തീരാത്ത ദേഷ്യമാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായി എടുക്കാൻ പാടില്ല. 1990 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരു വിദേശി വരുന്നു. അയാൾ ആൻഡ്രൂ സാൽവദോർ എന്നാണ് അയാളുടെ പേര്. അയാളുടെ അടിവസ്ത്രത്തിനകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു. അയാളെ പിടിച്ചു കഴിഞ്ഞ് ഇയാളെ ശിക്ഷിക്കുന്നു. ജയിലിലായി. അപ്പോൾ പിടിച്ച തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് ഇയാളുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്ത അടിവസ്ത്രം, ഈ അടിവസ്ത്രമാണ് തൊണ്ടി മുതൽ. ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകയുടെ ജൂനിയറായിരുന്നു, അഭിഭാഷകയാണ്. അപ്പോൾ സത്യത്തിൽ ആന്റണി രാജു മാത്രമല്ല, അഭിഭാഷകയാണ് ജൂനിയറിനെ പറഞ്ഞു വിട്ടത്. അല്ല, ജൂനിയർ സ്വമേധയൊന്നും പോകത്തില്ല. സത്യത്തിൽ ഇയാളുടെ സീനിയറായ അഭിഭാഷകയെ കൂടെ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ആന്റണി രാജു നടത്തിയതായിരിക്കണം. സീനിയർ അഭിഭാഷകയ്ക്ക് പങ്കൊന്നുമില്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ആന്റണി രാജു നടത്തിയതായിരുന്നു. രണ്ടിലേതാണെന്ന് എനിക്കറിയില്ല. ആന്റണി രാജു ഇൻഡിപെൻഡൻ്റായി നടത്തിയതാണെങ്കിൽ അഭിഭാഷകയ്ക്ക് ഒരു പങ്കുമില്ല. അതല്ല, അഭിഭാഷകയ്ക്ക് വന്ന കേസിൽ സഹായിക്കാൻ വേണ്ടി ആന്റണി രാജു ചെയ്തതാണെങ്കിൽ ആന്റണി രാജു പ്രതിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തതുപോലെ ആന്റണി രാജുവിൻ്റെ പേരിൽ വക്കാലത്തെടുത്ത കേസാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഇപ്പോഴും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരിൽ ഒരു അലിഗേഷൻ പറയാനില്ല. പക്ഷേ ഈ കേസ് വന്നപ്പോൾ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി കോടതി ജീവനക്കാരനായ ജോസിനെ കൂടെ സ്വാധീനിച്ചിട്ട് ഈ ജെട്ടി അടിച്ചു മാറ്റിയിട്ട് അത് വെട്ടിത്തയ്ച്ച് വേറെ കൊണ്ടുവച്ചു. അങ്ങനെ കേസ് വന്നു, ഹൈക്കോടതിയിൽ പരിശോധിച്ചപ്പോൾ ആ ജെട്ടിയല്ല ഈ ജെട്ടി ഇയാൾക്ക് പാകമല്ല. അതുകൊണ്ട് ഇയാളുടെ ഇന്ന് പിടിച്ചെടുത്തതാണെന്ന് കരുതാൻ പറ്റില്ല. ഇയാളെ ശിക്ഷിക്കാൻ മതിയായ തെളിവില്ല എന്ന് പറഞ്ഞ് ആൻഡ്രൂ സാൽവദോറിനെ വിട്ടയച്ചു. ഇയാൾ എന്നിട്ട് തിരിച്ച് മെൽബണിൽ ചെന്നു, ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയായി ഇയാൾ ജയിലിൽ പോയി. ഇയാൾ സഹതടവുകാരനോട് കൗതുകരമായ ഇന്ത്യൻ അനുഭവം പറഞ്ഞു. ഞാൻ ഇന്ത്യയിൽ പോയി ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടു. അവിടെ ഒരു മിടുക്കനായ വക്കീലുണ്ട്, ആന്റണി രാജു എന്നാണ് പേര്. അയാൾ എന്ത് ചെയ്തു, എൻ്റെ ജെട്ടി മാറ്റിയിട്ട് വേറെ ജെട്ടി വെച്ച് എൻ്റെ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. ഇത് പക്ഷേ ഈ കൂട്ടുകാരൻ ഓസ്ട്രേലിയൻ പോലീസിനോട്, മെൽബണിലെ പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇത് രേഖപ്പെടുത്തിയിട്ട് ഇൻ്റർപോൾ അത് നേരെ ഇന്ത്യയിലെ ഇൻ്റർപോളിൻ്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ CBI ആണ്. CBIക്ക് കൈമാറി. CBI ഇത് കേരള പോലീസിന് കൈമാറുമ്പോൾ അത് വന്നത് അന്നത്തെ DGP ആയിരുന്ന സെൻകുമാറിൻ്റെ അടുത്താണ്. സെൻകുമാർ വളരെ കർശനമായ നിലപാടെടുത്ത് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് കേസ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റണി രാജുവിന് TP സെൻകുമാർ എന്ന് കേട്ടാൽ വലിയ കലിപ്പാണ്. അതിന് കാരണം ഇയാൾക്കറിയാം ഇത് പണിയാണെന്നുള്ളത്. അങ്ങനെ കേസ് ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ ഹൈക്കോടതി എന്നിട്ട് ഈ ജെട്ടി നോക്കിയിട്ട് വെറുതെ വിട്ടു. പക്ഷേ അതിനെതിരെ സുപ്രീം കോടതി പോയത് ഒരു പൊതുപ്രവർത്തകരാണ്. സുപ്രീം കോടതി ചെന്നപ്പോൾ 2024 സെപ്റ്റംബർ 7 ജസ്റ്റിസുമാരായ PV രാമസുബ്രഹ്മണ്യനും പങ്കജ് മിത്തലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇത് നോക്കിയിട്ട് വന്ന് ഞെട്ടിക്കുന്ന സംഭവമാണ്. നീതിന്യായ വ്യവസ്ഥയെ അപഹസിക്കുകയും വില കുറയ്ക്കുന്ന നടപടിയാണ്. കോടതിയിൽ നിന്ന് ഒരു തൊണ്ടി മുതലെടുത്ത് അത് മാറ്റം വരുത്തി, അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരു അഭിഭാഷകൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് വിചാരണ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കേസിൽ ട്രയൽ ആരംഭിക്കുന്നത്. വഞ്ചിയൂർ കോടതിയിലായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വന്നു. അപ്പോൾ സത്യത്തിൽ 2024 സെപ്റ്റംബർ 7 സുപ്രീം കോടതി അതിനിശ്ചിതമായ വിമർശനങ്ങൾ നടത്തി. അത്ര ഗുരുതരമായ കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുക. അന്ന് ഇയാൾ മന്ത്രിയാണ്. കേരളത്തിലെ ഒരു മന്ത്രി നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുമാറ് തെളിവുകൾ തൊണ്ടി മുതൽ മോഷ്ടിപ്പിച്ച് തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ട് വിചാരണ നടത്താൻ പറഞ്ഞപ്പോൾ പിണറായി ഇങ്ങനെ ഉള്ളംകൈയിൽ കൊണ്ടുനടന്ന് താങ്ങി സംരക്ഷിച്ചു. അതാണ് നെറികേട്. കാരണം പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ കയറിയാൽ എന്ത് നെറികേട് കാണിച്ചാലും പിണറായി സംരക്ഷിക്കും. നാണമില്ലാതെ അന്ന് ഒരു ഉളുപ്പുമില്ലാതെ
ആളുകളോട് ആ കേസ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു 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 ഇളിഭ്യത പോലും മുഖത്തില്ലാത്ത ഒരു കാണ്ടാമൃഗത്തിൻ്റെ തോലിനേക്കാളും കട്ടിയുള്ള തൊലിയുമായിട്ടാണ് ഈ ആൻ്റണി രാജു എന്ന് പറഞ്ഞ ഈ നിയമ സംവിധാനത്തെ ആകെ അപഹസിക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ, നീതിന്യായ റൂൾ ഓഫ് ലോയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഈ മനുഷ്യൻ നടത്തിയത്. ഇയാൾ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർക്ക് ഒരു ജീവിതത്തിൽ ഒരു ശുദ്ധി വേണം, തൊഴിലിൽ ധാർമ്മികത. അഭിഭാഷക വൃത്തി എന്ന് പറഞ്ഞാൽ കേസ് നടത്തി ജയിക്കേണ്ടത് കേസ് ട്രയൽ നടത്തി കേസ് വാദിച്ച് തെളിവുകൾ ഹാജരാക്കി, അല്ലാതെ കോടതിയിലിരിക്കുന്ന തെളിവ് മോഷ്ടിച്ചും മാനിപ്പുലേറ്റ് ചെയ്ത് നടത്തുന്ന ഇയാളൊക്കെ എത്ര വലിയ ഫ്രോഡാണ്. അപ്പോൾ നമ്മൾ ഒരു കേസ് ഇപ്പോൾ മനസ്സിലായി, ആൻ്റണി രാജുവിന് ഇങ്ങനെ വക്കാലത്ത് കൊടുത്ത എത്ര കേസുകളിൽ, ഏതെല്ലാം പ്രതികളെ കോടതികളിലെ തെളിവ് നശിപ്പിച്ച ഇയാൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കണം. അത്ര നീചമായ സംസ്കാരമുള്ളവരൊക്കെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. എന്ത് ആൻ്റണി രാജു എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ സ്വന്തമായിട്ട് മത്സരിച്ച ജയിക്കാനുള്ള ശേഷിയുണ്ടോ ഇയാൾക്ക്? CPM-ൻ്റെ വോട്ട് കിട്ടി മാത്രം ജയിക്കുന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേകിയാണ് ഈ ആൻ്റണി രാജു. അയാൾ എന്തോ പിണറായി വിജയന് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്തമായിട്ട് ന്യായീകരിച്ച് പിണറായി സ്തുതികൾ ഇങ്ങനെ ആലപിച്ചു കൊണ്ടിരുന്നതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിലാണ് ഇയാൾക്ക് MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ കിട്ടിയത്. അല്ലാതെ രാഷ്ട്രീയമായി പൊതുജീവിതത്തിൽ എന്ത് ശുദ്ധി, എന്ത് വിശുദ്ധി, എന്ത് സുതാര്യത, എന്ത് സത്യസന്ധത ഇതൊക്കെയൊക്കെ ഉണ്ട്. കാരണം എന്തെല്ലാം വകുപ്പുകളാണ് IPC 409, 34 സെക്ഷൻ 409, 120, 34 എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വഞ്ചനാക്കുറ്റം കൂടെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവലെ കൂടെ നമ്മൾ ഓർമ്മിക്കണം. അനിൽ ഇമ്മാനുവൽ മനോരമയിലായിരുന്നു. ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ മനോരമയിൽ നിന്ന് രാജിവെച്ചിട്ട് അയാൾ സ്വന്തം നിലയ്ക്ക് ഫേസ്ബുക്കിലൂടെ ഈ നിരന്തരം റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് കോടതിയിൽ കക്ഷി ചേർന്നിട്ട് ഇതിനകത്ത് വഞ്ചനാക്കുറ്റം കൂടെ ആഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അനിൽ ഇമ്മാനുവൽ പരാതി നൽകി. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അപ്പം ഈ കേസിൻ്റെ ഒരു കുറ്റച്ചാർത്തുകൾ കണ്ടിട്ട്, വകുപ്പുകൾ കണ്ടിട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇപ്പോൾ കുറ്റക്കാരനാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് 10 വർഷം വരെയുള്ള കേസുകൾ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അത്തരം കേസുകളിൽ ശിക്ഷ വിധിക്കേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. അതിപ്പോൾ പ്രോസിക്യൂഷൻ പറയുകയും ഈ കേസ് JFMCയിൽ നിന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് അവിടെ എത്തും. അപ്പോൾ കുറ്റക്കാരനാണെന്ന് JFMC മജിസ്ട്രേറ്റ് കണ്ടെത്തി. ഇനി ശിക്ഷ മാത്രം, ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു, ട്രയലൊന്നും വേണ്ട. അവിടെ ഈ കുറ്റം നോക്കിയിട്ട് തെളിയിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് നോക്കിയിട്ട് അതിന് എത്ര ശിക്ഷ വിധിക്കാം എന്നും മാത്രം വിധിക്കേണ്ട ജോലിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കുള്ളത്. ആ വിധി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ അപ്പോഴെങ്കിലും ഈ MLA സ്ഥാനം എന്നുള്ള ഇപ്പം ഇന്ന് തന്നെ നാണമുണ്ടെങ്കിൽ, ആ അന്തസ്സുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ തൻ്റെ വണ്ടിയിലെ MLA എന്നുള്ള ബോർഡ് എടുത്ത് മാറ്റണം. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നികൃഷ്ടമായ ഒരു നീതിന്യായ സംവിധാനത്തെ ഫെയർ ട്രയലിനെ അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയ ഒരു അഭിഭാഷകനും ചെയ്തിട്ടില്ല. ഒരു MLA അത് ചെയ്തു, ഒരു മുൻ മന്ത്രി അത് ചെയ്തു എന്ന് പറയുമ്പോൾ വല്ലാതെ ലജ്ജ കൊണ്ട് നമ്മുടെയൊക്കെ ശിരസ് കുനിയണം. കാരണം നമ്മൾ നീതിദേവത കോടതികളെയൊക്കെ കാണുന്നത് നമ്മൾ ശ്രീകോവിൽ പോലെയാണ്. നീതിദേവത എവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ വ്യാജ തെളിവുണ്ടാക്കുക, അട്ടിമറിക്കുക, കോടതിയിലിരിക്കുന്ന തെളിവൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ വളരെ നികൃഷ്ടമായ ഒരു പൈതൃകത്തിൻ്റെ ബാക്കി പത്രമാണ് ഇയാൾ ആൻ്റണി രാജു ഇപ്പോൾ കാണിച്ചത്. ഏതായാലും ഈ അവസാനം നിയമത്തിൻ്റെ പിടിയിൽ തന്നെ അയാൾ പെട്ടിരിക്കുന്നു. കേരളത്തിൽ എന്നല്ല, പൊതുസമൂഹത്തിൽ ഒരിക്കലും ആശാസ്യമല്ലാത്ത ഒരു മാതൃകയാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പിണറായി വിജയൻ എന്തുകൊണ്ടാണ് 2024 സെപ്റ്റംബർ 7-നെങ്കിലും സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോഴെങ്കിലും ഈ വൃത്തികെട്ടവനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടതായിരുന്നില്ലേ?